എന്തിനാ വീഡിയോ? ഓ, എഡിറ്റ് ചെയ്യാനാണോ? ഞാൻ ഫിൽമോറ യൂസ് ചെയ്യുന്നത്. ഫിൽമോറ പറ്റില്ലേ? അതെ, സിസ്റ്റത്തിൽ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെന്താ, മൊബൈലിലാണോ വേണ്ടേ? അപ്പോൾ പവർ ഡയറക്ടർ, കൈൻ മാസ്റ്റർ, വിവ വീഡിയോ പാനായി, സോറി, അങ്ങനെ കുറേ ഉണ്ടല്ലോ. എന്ത് വാട്ടർമാർക്കോ? വാട്ടർമാർക്ക് വരും, അതിപ്പോൾ നിങ്ങൾ ക്രാക്ക് ചെയ്യേണ്ടി വരും. ക്രാക്ക് ചെയ്യാറില്ലേ? യൂട്യൂബിൽ നിറയെ വീഡിയോസ് ഉണ്ടല്ലോ, അത് നോക്കി ക്രാക്ക് ചെയ്താൽ മതി. ഇതിനൊന്നും പറ്റില്ലെങ്കിൽ പിന്നെ എഡിറ്റ് ചെയ്യണ്ട. ഹലോ, എടാ പറയേ, കുറേ നാളായല്ലോ കണ്ടിട്ട്, എവിടെയായിരുന്നു? ഹെൽപ്പ് വേണപ്പോഴല്ല എന്നെ ഓർമ്മ വരത്തുള്ളൂ. പറഞ്ഞേ. എന്നാ വീഡിയോ എഡിറ്റാണോ? അതിപ്പോൾ ഞാൻ ഫിൽമോറയാണോ ഉപയോഗിക്കുന്നത്? സിസ്റ്റത്തിൽ. നിനക്ക് മൊബൈലിലാണോ വേണ്ടേ? നിനക്ക് എന്താ വേണ്ടേ? ഇപ്പോൾ നിനക്ക് വീഡിയോ എഡിറ്റ് ചെയ്യണം, പക്ഷേ വർക്ക് ചെയ്യാൻ താല്പര്യമില്ല, അതല്ലേ സംഭവം. ഒന്ന് വച്ചിട്ട് പോയേ. ഹലോ, ഞാൻ പറയട്ടെ, നിനക്ക് എന്താ വേണ്ടതെന്ന്. നിനക്ക് വീഡിയോ എഡിറ്റ് ചെയ്യണം, പക്ഷേ വാട്ടർമാർക്ക് വരാൻ പാടില്ല, പക്ഷേ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യാൻ പറ്റില്ല, അതല്ലേ നിൻ്റെ പ്രശ്നം. ശരിയാക്കി തരാം, വെയിറ്റ്. എല്ലാവർക്കും ഉള്ള പ്രോബ്ലമാണിത്. ഇതുണ്ടോ? ശരിയാക്കി തരാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ സ്വന്തം മൈക്രോസോഫ്റ്റിൻ്റെ പവർ പോയിൻറ്റ് പ്രസൻറ്റേഷനാണ്. നമുക്ക് വേറെ ഒരു സോഫ്റ്റ്വെയറും ഇതിന് ആവശ്യമേ ഇല്ല. അപ്പം നമ്മൾ പവർ പോയിൻറ്റ് ഓപ്പൺ ചെയ്യുക, എന്നിട്ട് അവിടെ പോയിട്ട് ഒരു ബ്ലാങ്ക് പ്രസൻറ്റേഷൻ എടുക്കുക. ബൈ ഡിഫോൾട്ടായിട്ട് നമുക്ക് ഈ ക്ലിക്ക് ടു ടൈറ്റിലെല്ലാം കിട്ടും, അത് നമ്മൾ ഡിലീറ്റ് ചെയ്തോളാം കേട്ടോ. അപ്പോൾ നമുക്ക് 3 സ്ലൈഡാണ് ഇപ്പം നമ്മൾ എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എക്സ്ട്രാ 2 സ്ലൈഡ് കൂടി ക്രിയേറ്റ്. ഒന്ന് വന്ന് ഇൻട്രോ കൊടുക്കാൻ, ഒന്ന് നമ്മുടെ വീഡിയോ, ഒന്ന് നമ്മുടെ ഔട്ട്രോ കൊടുക്കാൻ. ഇൻട്രോ ഔട്ട്രോ എന്താ നിങ്ങൾക്ക് അറിയായിരിക്കും. ഇൻട്രോ നമ്മൾ വീഡിയോ കാണുമ്പോൾ തുടക്കത്തിൽ വരുന്നത്, ഔട്ട്രോ ഈസ് അവസാനം കാണും. അപ്പോൾ ഇതിൽ വീഡിയോയുടെ സ്ലൈഡ് എടുത്തിട്ട് എല്ലാം അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയുക. ജസ്റ്റ് സെലക്ട് ചെയ്ത് ഡിലീറ്റ് ബട്ടൺ പ്രസ് ചെയ്താൽ മതി. അവിടെ നമ്മൾ ഇൻസേർട്ടിൽ പോയിട്ട് വീഡിയോ ഓപ്ഷൻ എടുക്കുക. അവിടെ നമ്മുടെ PC-യിലുള്ള നമ്മുടെ വീഡിയോ ഫയൽ നമ്മൾ ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടി പോകണം. ആ ലൊക്കേഷനിൽ പോയിട്ട് സെലക്ട് ചെയ്യുക. ഇത് ഞങ്ങൾ പണ്ട് സൗകര്യപ്പെട്ട് പോയ ഒരു കുഞ്ഞ് വീഡിയോ ആണ്. അപ്പോൾ ആ വീഡിയോ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇതേ കണ്ടത് ഇവിടെ ഇമ്പോർട്ടായി വന്നിട്ടുണ്ട്, അത് ഫുൾ സ്ക്രീനിലാണ്. അപ്പോൾ വീഡിയോയുടെ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ, ഞാനിവിടെ ഇതൊന്ന് ക്രോപ്പൊക്കെ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് സൈസൊക്കെ ആക്കി 2 സൈഡിൽ ആ ഒരു ബ്ലാക്ക് ബാർ കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാം. അതിന് വേണ്ടിയിട്ട് ഇതിപ്പോൾ ഡബിൾ ക്ലിക്ക് ചെയ്തപ്പോൾ ഇവിടെ മുകളിൽ ക്രോപ്പ് ഓപ്ഷൻ കാണുന്നുണ്ട്. ക്രോപ്പ് ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വീഡിയോ ക്രോപ്പ് ചെയ്യാം. ക്രോപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ മുകളിൽ 2 വൈറ്റ് ബാറാണ് വന്നത്. കാര്യം ഡിഫോൾട്ട് കളർ വൈറ്റ് ആണല്ലോ. അപ്പോൾ വൈറ്റ് മാറ്റിയിട്ട് നമുക്ക് ബ്ലാക്ക് ആക്കാം കേട്ടോ. പിന്നീട് ഇപ്പോൾ വീഡിയോ പ്ലേ ആവുന്നുണ്ട് നമ്മൾ വിചാരിച്ച പോലെ, പക്ഷേ ഇതിനകത്ത് ആവശ്യമില്ലാത്ത കുറേ പാറ്റേണുണ്ട്. ഇത് കണ്ടോ, ഞാൻ വെറുതെ ഇരുന്ന് മേക്കപ്പ് ചെയ്യുന്നെങ്കിൽ. അപ്പോൾ അത് നമുക്ക് ട്രിം ചെയ്ത് കളയണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ, നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ട്രിം ഓപ്ഷൻ എടുക്കുക. ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഏതൊക്കെ പോർഷൻ എന്തൊക്കെയാണെന്നുള്ളത്. നമ്മുടെ പോർഷൻ നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം ട്രിം ചെയ്തിട്ട് ഓക്കെ കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ വീഡിയോ ട്രിം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ബ്ലാക്ക് സംഭവം പറയാം. ഇവിടെ നമ്മുടെ ഡിഫോൾട്ട് പ്രസൻറ്റേഷൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഉണ്ട്, അതൊക്കെ വളരെ കോമഡി ആയിരിക്കും. നമുക്ക് നമ്മുടെ പ്ലെയിൻ ബ്ലാക്ക് മതിയാവും കേട്ടോ. പ്ലെയിൻ ബ്ലാക്ക് എടുത്തിട്ട് നമ്മൾ ഇപ്പോൾ ഇതേ കണ്ടോ, ഒരു വീഡിയോ കാണുന്ന ഒരു എഫക്റ്റ് നിങ്ങൾക്ക് വരുന്നില്ലേ? അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്തുള്ള ഒരു പ്രധാന ഓപ്ഷനാണ് ഈ ഓൺ മൗസ് ക്ലിക്ക് എന്ന് പറയുന്നത്. ഇത് നമ്മൾ അൺചെക്ക് ചെയ്യണം, അതൊരിക്കലും സെലക്ട് ചെയ്യരുത്. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്, നമ്മൾ ക്ലിക്ക് ചെയ്താൽ മാത്രമേ വീഡിയോ പ്ലേ ആകത്തുള്ളൂ. അപ്പോൾ നമുക്ക് അത് മാറ്റിയിട്ട് ബാക്കിയുള്ള വേറെയുള്ള ഓപ്ഷൻസ് കൊടുക്കാം. ഇവിടെ അപ്ലൈ ടു ഓൾ കൊടുത്താൽ അത് എല്ലാ സ്ലൈഡിനും ആപ്ലിക്കബിൾ ആണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ കളർ വേണമെന്നുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യാം. ഫിൽറ്ററൊക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് തന്നെ ആഡ് ചെയ്യാം. കളർ ഓപ്ഷൻ ഉണ്ട്. ആ വീഡിയോയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ കളർ ഓപ്ഷനൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഇനി വേറെയും നമുക്ക് എന്താ അഡീഷണൽ ഫീച്ചേഴ്സ് ഉണ്ട്. ബ്രൈറ്റ്നസ് കൂട്ടാം,
കോൺട്രാസ്റ്റ് കൂട്ടാം. ഒരു ബേസിക് എഡിറ്ററിന് വേണ്ട എല്ലാ സംഭവങ്ങളും നമ്മുടെ പവർ പോയിന്റ് പ്രസൻറ്റേഷനിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് വേറൊരു സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. നിങ്ങൾ പ്രൊഫഷണൽ ആയിട്ടൊക്കെ എഡിറ്റിംഗ് നോക്കുകയാണെങ്കിൽ, യൂട്യൂബിന് വേണ്ടിയിട്ടൊക്കെ എഡിറ്റിംഗ് നോക്കുകയാണെങ്കിലാണ് നമുക്ക് ഫിലിമോറ പോലുള്ള സംഭവങ്ങളൊക്കെ ആവശ്യം വരുന്നത്. ഇതുണ്ട്, ഇതിനകത്ത് ഒരുപാട് സംഭവങ്ങളുണ്ട്. എല്ലാം പറഞ്ഞിട്ട് ഞാൻ വീഡിയോ വലിച്ചു നീട്ടുന്നില്ല. നമുക്കത് നിങ്ങളത് സ്വന്തമായിട്ട് എക്സ്പെരിമെൻ്റ് ചെയ്ത് നോക്കിക്കോളാം കേട്ടോ. ഇവിടെയും ബാക്ക്ഗ്രൗണ്ട് കളറൊക്കെ ഉണ്ട്. ആഷ് കളറോ പൈലറ്റ് കളറോ എന്ത് വേണമെങ്കിലും കൊടുക്കാം നമുക്ക്. നമ്മൾ പിന്നെ ആ ഫിലിം എഫക്റ്റിന് വേണ്ടിയിട്ടാണ് ഈ ബ്ലാക്ക് കൊടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, നമുക്ക് നമ്മുടെ ഇൻട്രോ ക്രിയേറ്റ് ചെയ്യാം. ഇൻട്രോ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് എല്ലാം സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് കളയുക ഒറ്റയടിക്ക്. എന്നിട്ട് നമ്മുടെ പഴയ ആ ടെക്നിക്ക് പുറത്തെടുക്കുക. ഇൻസേർട്ട് എടുത്തിട്ട് നമ്മുടെ വേർഡ് ആർട്ട് ഉണ്ടല്ലോ, വേർഡ് ആർട്ട് ഓർമ്മയില്ലേ? വേർഡ് ആർട്ട് സെലക്ട് ചെയ്യുക. ഇതാണ് നമ്മൾ ആദ്യം പഠിച്ച കമ്പ്യൂട്ടർ സിസ്റ്റം, അല്ലെ 90s കിഡ്സിന് എല്ലാവർക്കും അറിയായിരിക്കും. ഇവിടെ നമ്മൾ ജസ്റ്റ് വെൽക്കം ടു മൈ വീഡിയോ ഇടുവാണ്. ജസ്റ്റ് നമുക്ക് ഇഷ്ടമുള്ള കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിനകത്ത് നമ്മുടെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാം. സൈസ്, അതുപോലെ പൊസിഷൻ. ടെക്സ്റ്റിൽ നമ്മൾ എന്തൊക്കെ ചെയ്യാറുണ്ടോ അതൊക്കെ ഇവിടെ ചെയ്യാൻ പറ്റും. മറ്റ് എഡിറ്റേഴ്സിലും സെയിം തന്നെയാണ്. പ്രത്യേകിച്ച് ഇതിൽ ഒരു വ്യത്യാസമില്ല. ജസ്റ്റ് എല്ലാം ആഡ് ചെയ്തിട്ട് ആനിമേഷൻസ്, ഇഷ്ടംപോലെ ആനിമേഷൻസ് ഉണ്ട് പവർ പോയിന്റ്. നിങ്ങൾക്ക് അറിയായിരിക്കും. അതേ കാണണം, കളകൾ എഫക്റ്റ്, പൂക്കൾ വരുന്ന എഫക്റ്റ്, ചാടി വരുന്ന എഫക്റ്റും ഒക്കെ ഉണ്ട്. നമുക്ക് ഇതേ ക്ലോക്കൊക്കെ വരുന്നുണ്ടോ, എന്താല്ലേ. അപ്പോൾ ഇത് നമുക്ക് സാധാരണ നമ്മുടെ ഫെയ്ഡ് ഓപ്ഷൻ എടുക്കാം, വളരെ പ്രൊഫഷണലായിട്ട്. ഇവിടെയും അതേപോലെ തന്നെ മൗസ് ക്ലിക്ക് എന്ന് പറയുന്ന ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ എടുത്ത് കളയാൻ വേണ്ടി മറക്കരുത്. ഇത് എവിടെയൊക്കെ കാണുന്നുണ്ടോ അവിടെയൊക്കെ ഇത് മാറ്റി ഓട്ടോമാറ്റിക് ആക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര ഡ്യൂറേഷൻ ആണ് വേണ്ട ആ ഡ്യൂറേഷൻ. ഇതേപോലെ തന്നെയാണ് നമ്മൾ ഔട്ട്രോയും ക്രിയേറ്റ് ചെയ്യുന്നത് കേട്ടോ. അതേ സെയിം വേർഡായിട്ടാണ് കേട്ടോ ഞാൻ ആഡ് ചെയ്യുന്നത്. അതേപോലെ തന്നെയാണ്, വേറൊന്നുമില്ല. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ, താങ്ക് യു ഫോർ വാച്ചിങ് എന്ന് എഴുതിയിട്ട് നമ്മൾ നേരത്തെ ചെയ്ത അതേ പ്രോസസ്സ് തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. ഞാൻ വീണ്ടും പറയുവാണ്, മൗസ് ക്ലിക്ക് എടുത്ത് കളയാൻ വേണ്ടി മറക്കരുത്. അത് എപ്പോഴും മാറ്റി ഓട്ടോമാറ്റിക്കലി ഇടുക. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, നമ്മളൊരു ഓഡിയോ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആഡ് ചെയ്യാൻ പോവാണ്. അതിനുവേണ്ടി ഇൻസേർട്ട് ഓഡിയോ എടുത്ത് നമ്മുടെ പീസിലുള്ള ഒരു ഓഡിയോ എന്താ പറയുക ഫയൽ നമ്മൾ ഇതിൽ ആഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇത് വീഡിയോ പോലെ തന്നെ നമുക്ക് ഓഡിയോ ഇതിനകത്ത് വേണമെങ്കിൽ ട്രിം ചെയ്യാം. റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ട്രിം ഓപ്ഷൻ എടുത്ത് ഇതുപോലെ ട്രിം ചെയ്യാൻ പറ്റും. അതിനുശേഷം നമ്മൾ ഇതിൽ പ്ലേ ബാക്ക് ഓപ്ഷൻ, ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ സൈഡിൽ പ്ലേ ബാക്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരും. ആ പ്ലേ ബാക്ക് ഓപ്ഷൻ എടുക്കുമ്പോൾ നമുക്ക് എന്താ പറയുക, നമുക്ക് പ്ലേ ഇൻ ദ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അതാണ് നമ്മൾ എടുക്കേണ്ടത്. അതുപോലെ തന്നെ ഓട്ടോമാറ്റിക്, നേരത്തെ പറഞ്ഞ പോലെ ഓട്ടോമാറ്റിക് മൗസ് ക്ലിക്ക് മാറ്റാൻ മറക്കരുത്. അതുപോലെ തന്നെ നമുക്ക് വോളിയം അഡ്ജസ്റ്റ് ചെയ്യാം, അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യാം ഇതിനകത്ത്. അപ്പോൾ അടുത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം കേട്ടോ. യെസ്, നമ്മുടെ ഓഡിയോ വന്നു കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ സ്വന്തം വോയിസ് ഓവർ ആഡ് ചെയ്യാം. അപ്പം നമ്മുടെ മൈക്രോഫോൺ വെച്ചിട്ട് നിങ്ങൾക്ക് തന്നെ എന്തെങ്കിലും സംസാരിച്ച് ഇതിനകത്ത് ഇടാൻ പറ്റും. അപ്പം നമ്മുടെ നേരത്തെ നമ്മൾ എടുത്ത ഓഡിയോയിൽ സിസ്റ്റത്തിന് പകരം നിങ്ങളുടെ വോയിസ് ഓവർ സെലക്ട് ചെയ്യാം. എന്നിട്ട് സെയിം പ്രോസസ്സ് തന്നെയാണ്, നേരത്തെ ചെയ്ത അതേ സംഭവം തന്നെയാണ് നമ്മൾ വീണ്ടും ചെയ്യുന്നത്. പക്ഷേ ഇത് നമ്മൾ പ്ലേ ഇൻ ദ ബാക്ക്ഗ്രൗണ്ട് കൊടുത്താലും അപ്ലൈ ടു ഓൾ സ്ലൈഡ്സ് എന്ന് പറഞ്ഞ സംഭവം വേണ്ട. നമുക്ക് ഏതൊക്കെ സ്ലൈഡിന് എവിടേക്കാണോ വോയിസ് ഓവർ വേണ്ടത് അവിടെ മാത്രം ആ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പം നമ്മുടെ സംഭവങ്ങളെല്ലാം ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എക്സ്പോർട്ട് ചെയ്യാം. എക്സ്പോർട്ട് ചെയ്യുമ്പോൾ എക്സ്പോർട്ട് വീഡിയോ കൊടുക്കുക. എന്നിട്ട് അവിടെ MP4 എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്യുക. നമുക്ക് എവിടെയാണോ സേവ് ചെയ്യേണ്ടത് അവിടെ പോയിട്ട് നമ്മളിത് ഫയലായിട്ട് സേവ് ചെയ്യാം കേട്ടോ. നമ്മളിത് വീഡിയോ ഫയലിലായിട്ട് തന്നെയാണ് സേവ് ചെയ്യുന്നത്, പ്രസൻറ്റേഷൻ ആയിട്ടല്ല. കുറച്ച് സമയത്തിൽ അത് എക്സ്പോർട്ട് ആവും. നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. Hi, hello, welcome to our demo video. Let's check out. ഇവിടെ അകത്ത് ക്യാമറ അലോ ചെയ്യത്തില്ല ടെമ്പിളിനകത്ത്. ഞങ്ങൾ കയറി കണ്ടു.
അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ എങ്ങനെ എളുപ്പത്തിൽ നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാമെന്ന് നമ്മുടെ ഡെയിലി യൂസിന് വേണ്ടിയിട്ട്. അതിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. സൗണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. താഴെ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്. സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. അതുപോലെ തന്നെ ബെൽ നോട്ടിഫിക്കേഷനും കൂടെ പ്രസ് ചെയ്യുക. അടുത്ത ഇതുപോലത്തെ നല്ല നല്ല യൂസ്ഫുൾ വീഡിയോസ് വരുമ്പോൾ പെട്ടെന്ന് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഗിവ് മി എ തംസ് അപ്പ്. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ അറിയുന്നത് അങ്ങനെയാണ്. സോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആൻഡ് എന്തെങ്കിലും ഫീഡ്ബാക്ക്സ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കമൻറ്റ് ചെയ്യുക. നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നത് വെച്ചിട്ടാണ് ഞാൻ ഇമ്പ്രൂവ് ചെയ്യുന്നത്. സോ ഡെഫിനറ്റ്ലി കമൻറ്റ് ചെയ്യുക. ആൻഡ് ദാറ്റ്സ് ഓൾ. ടാറ്റാ.